ഈ അപകടത്തെപ്പറ്റി നാട്ടുകാരിൽ ഒരാൾ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേട്ടാലോ. കനാലിൽ കുളിക്കാൻ വന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ആരെങ്കിലേക്കും കുട്ടികളോ കുടുംബക്കാരോ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം പറയണം. കനാലിൽ ഫുള്ള് വെള്ളമാണ്, അടിയൊഴുക്ക് ഭയങ്കര. ഈ കനാലിൽ രണ്ട് കനാലും ഞങ്ങളുടെ ഈ മേഖലയുടെ പോകുന്ന, ഒന്ന് ചെറുകുന്നം വഴി പോകുന്നതും ഒന്ന് മറ്റേ കനാൽ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, ഇരുമലപ്പടി ക്രോസ് ചെയ്ത് പോകുന്ന ഒരു കനാലാണ്. രണ്ട് കനാലിലും നിറച്ച് വെള്ളമാണ്. അതായത് കനാല് കവിഞ്ഞൊഴുകുക. അപ്പോൾ അടിയൊഴുക്ക് ഭയങ്കര. കനാലിൽ ഇറങ്ങി പരിചയമില്ലാത്തവരാണെങ്കിൽ അപ്പം തന്നെ അടിയൊഴുക്ക് വലിച്ചുകൊണ്ട് പോകും, അത്ര വെള്ളമുണ്ട്. ഒന്ന് കനാലിൽ ഫുള്ള് പിള്ളേരാണ്. വെക്കേഷനും കൂടി ആയതോടുകൂടി രാവിലെ മുതലേ പിള്ളേരും ഫാമിലിയും ഒക്കെ വന്നിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് കൂടിയേക്കാം. ഈ അടിയൊഴുക്കുള്ള കനാല രണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കാൻ പറയണം വന്നവരോട്. അത് തന്നെയല്ല, ഇങ്ങനെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ വന്നെങ്കിൽ പരിചയമുള്ള സ്ഥലത്ത് ഇറങ്ങാനും പറയണം. ഈ കുളിക്കാൻ റാമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഇറങ്ങാൻ പ്രത്യേകം പറയണം. ആൾക്കൂട്ടം ഉള്ളിടത്ത് ഇറങ്ങാനും പറയണം. ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിൽ പോയി ഇറങ്ങരുത്. അറിയില്ല,